എന്റെ പൊന്നുമക്കളെ, മോനിപ്പാ അസ്സലാമലൈക്കും. അലൈഹിസ്സലാം. കാക്ക എത്ര വർത്താനോ? സുഖല്ലേ? ബുദ്ധിമുട്ടുന്നുണ്ടായില്ലേ? കസ്റ്റംസിന് പ്രശ്നം ഉണ്ടായില്ല? എത്ര അവിടുത്തെ മട്ടോ ചൂട് ഇങ്ങനെ നല്ല ചൂടെന്നൊക്കെ പറഞ്ഞു. എത്ര ഹോട്ടലില് കച്ചവടമൊക്കെ ഉണ്ടാ? കച്ചവടം നല്ല കച്ചവടമാണ്. പക്ഷെ ഡ്യൂട്ടി ടൈം കണ്ടമാനുണ്ട്. 14 മണിക്കൂർ പണിയെടുക്കണം. തന്നെ രാവിലെ കയറി രാത്രി കാണാൻ പറ്റുള്ളൂ. അത്രയും പണിയാണ്. ശമ്പളം പറയാനോ ചെറിയ ശമ്പളം, ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല. അങ്ങനെയൊക്കെ കേട്ടിട്ടല്ലേ? അങ്ങനെ വരുന്നു. ആ അല്ലയാ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പില്ലേ? ഇപ്പൊ ഇവിടെ ഇപ്പൊ എങ്ങനെ ബസ്സിന് പോകുന്നത്? ഇവിടെ മാനിപ്പോടാ കാക്ക എത്രയാന്ന്? ഞാൻ കുറച്ചു നേരം വന്നിട്ട്. കാക്ക ഇത് അമ്മായി കൊടുത്താലേ. അതിന്റെ ഒക്കെ ആവശ്യന്റെ കുട്ടിയെ ഇത് എവിടുന്ന് വാങ്ങിയതാടാ? അത് ലുലുന്നാ. ഇതിനിപ്പോ അവിടെ എത്ര കൊടുത്തു പറ്റി? അതിലിപ്പോ 110 ദിർഹംസ് ആയിരുന്നു. 110 ദിർഹംസ് അല്ലേ? ഇതിനിപ്പോ ഇന്ത്യന്റെ 2500 ഉറുപ്പ്യ ഇതിന്റെ കണക്ക് പ്രകാരം. ഏതായാലും ഇപ്പൊ ആൾക്കാർക്ക് വരുന്നവർക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ സാധനം കൊടുത്താലേ എത്തപ്പോ കഥ. എനിക്കിപ്പോ അവിടെ ഹോട്ടലിൽ പണിയാന്ന് എനിക്കിപ്പോ നന്നായിട്ട് അറിയാം. ഇജൊരു കാര്യം ചേച്ചി, കാക്കാനെ കുട്ടി ഇതാടെ വെക്ക്. തെറ്റ കാക്കകള്. അല്ല അത് പറഞ്ഞാൽ പറ്റില്ല. ഞാന് 10-20 കൊല്ലം ഗൾഫിൽ കഷ്ടപ്പെട്ടാണ്. എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നല്ല. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഇതാണ് വെക്ക്. അത് പറഞ്ഞാൽ പറ്റൂല. സ്പ്രേ ഇത് എവിടുന്ന വാങ്ങിയടാ? അത് നെസ്റ്റോന്ന് വാങ്ങിയതാ. ഇതിനിപ്പോ എത്രയായി? അതിനകത്തൊന്നുമില്ല. 15 ദിർഹംസ്. 15 ദിർഹംസ് അല്ലേ? ഇതിനിപ്പോ ഇന്ത്യന്റെ 300 ഉറുപ്പ്യായി. എന്നാ പോ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എന്റെ പൈസയൊന്നുമില്ല, എന്റെ പൈസയില്ല. ഇങ്ങനെ നമ്മളെ കുടുംബക്കാരും അയൽവാസികളൊക്കെ ഉമ്മാര് തീരുമാനം എടുക്കുകയാണെച്ചെങ്കില് 2 കൊല്ലം കൂടുമ്പോ വരുന്ന ആൾക്കാർക്ക് മൂന്നാം മാസം വന്നു കണ്ട് തെരഞ്ഞു പെണ്ണിനും കുട്ടികളും കണ്ടിട്ട് പോയിക്കൂടെ?